ടി എസ്റ്റേറ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ രൂപീകരിച്ച് 1000 കോടി രൂപയുടെ സ്പെഷ്യൽ പാക്കേജ് നടപ്പിലാക്കും. പീരുമേട് നിയോജക മണ്ഡലം ബി.ജെ.പി സ്ഥാനാർത്ഥി രതീഷ് വരുകുമല വണ്ടിപ്പെരിയാറിൽ പറഞ്ഞു. വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് തല പര്യടന അവസാന വേളയിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ഇടത് വലത് മുന്നണികളുടെ മണ്ഡലത്തിലെ വികസന മുരടിപ്പ് ഗാനത്തിലൂടെ ആലപിച്ചാണ് വോട്ട് അഭ്യർത്ഥന നടത്തിയത്. നടപ്പാതയാക്കി ഇണ്ടലൊക്കെ ഇരുമുടിയാൻ ശിരസിന്മേലേന്തി കണ്ടകങ്ങൾ വാഴുമയ്യ കലികാലദേവാ കണ്ടു നിന്നെ കുമ്പിടുവാൻ വരവായി ഞങ്ങൾ. ആ പാട്ടിലെ വണ്ടിപ്പെരിയാറും മേടും എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ വണ്ടിപ്പെരിയാറും പുല്ലുമേടുമൊക്കെയാണ്. പ്രിയപ്പെട്ടവരെ, 2011 പുല്ലുമേട്ടിൽ ഒരു ദുരന്തമുണ്ടായപ്പോൾ അവിടെ ഓടിയെത്തിയ ആളുകളിൽ ഒരാളാണ് ഞാൻ. അന്ന് അവിടെ ഓടിയെത്തിയ ശ്രീമാൻ ഉമ്മൻചാണ്ടിയെയും ഒക്കെ PT തോമസിനെയും ഒക്കെ ഇപ്പോഴും ഞാൻ എൻ്റെ മനസ്സിൽ ഓർക്കുന്നുണ്ട്. ഇന്നലകളിൽ എന്ന പോലെ ആ സംഭവം എൻ്റെ മനസ്സിലുണ്ട്. 2011 പുല്ലുമേട് ദുരന്തമുണ്ടായിട്ട് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ പുല്ലുമേട്ടിലൂടെയുള്ള പരമ്പരാഗത പാതയൊന്ന് തുറന്നു കൊടുക്കുന്നതിന് പോലും ഈ നാട്ടിലെ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ആദ്യമേ പറയുക, എന്തുകൊണ്ടാണ് പുല്ലുമേട്ടിൽ അപകടമുണ്ടായത്? നമ്മൾക്കെല്ലാവർക്കും അറിയാം. എന്തുകൊണ്ടാ? അവിടെ പാർക്കിംഗ് സൗകര്യമില്ലാതിരുന്ന ഒറ്റ കാരണം കൊണ്ടാണ് അത്രയേറെ മനുഷ്യജീവനുകൾ അവിടെ പൊലിയേണ്ടി വന്നത്. പക്ഷേ ആ വിശ്വാസികൾക്ക് പിന്നീട് ആ പരമ്പരാഗതമായ പാത തുറന്നു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇടതുപക്ഷമോ വലതുപക്ഷമോ യാതൊരു ശ്രമവും നടത്തിയിട്ടില്ല. അതുകൊണ്ട് ഈ വണ്ടിപ്പെരിയാറിന്റെ മണ്ണിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഞാൻ ഇവിടെ പ്രഖ്യാപിക്കുകയാണ്, പീരുമേട്ടിൽ BJPക്ക് ഒരു MLA ഉണ്ട്. പീരുമേട് നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി രതീഷ് വരുകുമലയുടെ തെരഞ്ഞെടുപ്പ് പര്യടനം വണ്ടിപ്പെരിയാർ പഞ്ചായത്തിൽ മ്ലാമലയിൽ നിന്നുമാണ് ആരംഭിച്ചത്. BJP സൗത്ത് ജില്ലാ അധ്യക്ഷൻ BC വർഗീസ് ഉദ്ഘാടനം ചെയ്തു. പീരുമേടിന്റെ എക്കാലത്തെയും പ്രശ്നങ്ങൾ തോട്ടം മേഖലയുമായി ബന്ധപ്പെട്ട് തന്നെയാണെന്നും എന്നാൽ കാലങ്ങളായി വാഗ്ദാനങ്ങൾ മാത്രം നൽകി കടന്നുപോകുന്ന ഇടതു വലത് മുന്നണികളെ ജനം തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നും കേന്ദ്ര സഹകരണ വകുപ്പിന്റെ സഹായത്തോടുകൂടി ടി എസ്റ്റേറ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ രൂപീകരിച്ച് 1000 കോടി രൂപയുടെ സ്പെഷ്യൽ പാക്കേജ് കേന്ദ്ര സഹായത്തോടുകൂടി നടപ്പിലാക്കും. അങ്ങനെ നടപ്പിലാക്കുന്നതിലൂടെ അടഞ്ഞുകിടക്കുന്ന തോട്ടങ്ങൾ തുറക്കുമെന്നും തൊഴിലാളികളുടെ ലയങ്ങളുടെ നില മെച്ചപ്പെടുമെന്നും മികച്ച റോഡും കുടിവെള്ളവും ആശുപത്രികളും ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ പരിഹരിക്കാൻ സാധിക്കുന്ന തരത്തിൽ പാക്കേജ് നടപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തുടർന്ന് വാളാടി, ഡൈമോക്ക, മോങ്കുലാർ, 62-ാം മൈൽ, നെല്ലിമല, വള്ളക്കടവ്, കറുപ്പുപാലം എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം വണ്ടിപ്പെരിയാറിലാണ് പഞ്ചായത്ത് തല പര്യടനം സമാപിച്ചത്. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് പ്രവർത്തകർ ആവേശോജ്വലമായ സ്വീകരണം BJP സ്ഥാനാർത്ഥിക്ക് നൽകിയത്. തുടർന്ന് സ്ഥാനാർത്ഥി വണ്ടിപ്പെരിയാർ ടൗണിൽ ഗാനം ആലപിച്ചും സ്വീകരണത്തിന് നന്ദി അറിയിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്തു. മലിനമായ ജലാശയം അതിമലിനമായൊരു ഭൂമിയും മലിനമായ ജലാശയം അതിമലിനമായൊരു രാഷ്ട്രീയം ഇനി വരുന്നൊരു തലമുറയ്ക്ക് മാർക്കറ്റിലുള്ള ഒരു കടയിൽ ഒരു ചേട്ടൻ എന്നോട് പറഞ്ഞത് നിങ്ങൾ ഒരു യുവാവാണ്, നിങ്ങൾ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്, അതുകൊണ്ട് ഞങ്ങളുടെ പട്ടണത്തിൽ വലിയ വാഗ്ദാനങ്ങളൊന്നും ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല, ഞങ്ങളുടെ ഈ പട്ടണത്തിൽ ഒരു ടോയ്ലറ്റ് സംവിധാനം ഞങ്ങൾക്ക് ഒരുക്കി തരാമെന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കുന്നു. അതോടൊപ്പം നേതാക്കളായ AV മുരളീധരൻ, അജയൻ K തങ്കപ്പൻ, S അയ്യപ്പദാസ്, അമ്പിളി രാജൻ, കുമാരി അയ്യപ്പൻ, ബിനോയ് മ്ലാമല, രഘു കറുപ്പുപാലം, സനീഷ് കോമ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.